ക്വസ്റ്റ്യൻ. അപ്പോൾ ഗൈസ് നമ്മളിതാ 2 മാസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നും ഗൈസ് പരീക്ഷയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയി ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് വേറെ ഒന്നുമില്ല, ഒരു ഹൈഡ്രജൻ ബലൂൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുകയാണ്. കണ്ടത് ഇത് നമ്മൾ ഉത്സവമൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ബലൂണാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോട്ടിലാണ് ഗൈസ്, ഒരു ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാൻ. ഒരു ഗൈസ് വെള്ളം, ഇതിൻ്റെ ഒരു 3/4 കവർ നമുക്ക് വെള്ളം കൊണ്ട് നടക്കണം ഗൈസ്. നമ്മൾ 3/4 ഭാഗം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു ചല്ലികളാണ് ഗൈസ്. പിന്നെ അലൂമിനിയം ഫോയിൽ വേണം ഗൈസ്. ഇനി ഈ അലൂമിനിയം ഫോയിൽ ഈ ചല്ലിയിൽ പൊതിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എല്ലാ കല്ലും നമ്മൾ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാ കല്ലുകളും അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ നമ്മൾ പൊതിഞ്ഞെടുത്ത ചല്ലികളെല്ലാം ഈ കുപ്പിക്കകത്ത് ഇട്ട് കൊടുക്കണം. അവസാനത്തെ ചല്ലി നമ്മളതിൻ്റെ അകത്ത് ഇട്ടുകയാണ്. പിന്നെ നമ്മൾ ചല്ലികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രെയിൻ ക്ലീനറിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടി ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇടണം. അതിനകത്ത് പൊടിച്ചു കൊടുക്കാം. പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ബലൂൺ വെച്ച് അടച്ചു കൊടുക്കാം. നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ ബലൂൺ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബലൂൺ പകുതിയോളം വീർത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ ബോട്ടിൽ തൊട്ടുമ്പോൾ നല്ല ചൂടുണ്ട്. അകത്തുള്ള നല്ല കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് ഗൈസ്. ഇതിന്റെ റീസൺ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രെയിൻ ക്ലീനർ ഇതിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ഗൈസ്. പിന്നെ ബേസ് എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്.
ഇതിന്റെ സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം ഇത് രണ്ടും നമ്മൾ ഈ ഒരു ബോട്ടിനകത്ത് അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, പിന്നെ അലുമിനിയം ഫോയിലും ഉണ്ട്. അപ്പോൾ ഇതൊരു അലുമിനിയം ഫോയിൽ എന്ന് വെച്ചൊരു എലമെന്റ് ആണ്. അപ്പം ഈ ഒരു എലമെന്റ് ഈ രണ്ട് ആസിഡിനെ ബേസിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ആ ഒരു മിക്സിങ്ങിൽ നടക്കുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ. ആ കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് നമ്മുടെ ബോട്ടിലത്തോടൊക്കെ നല്ല ഹീറ്റ് ഉണ്ട്, അതും പിന്നെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഹീറ്റ് നമ്മുടെ ബോഡിയിലത്തോടൊപ്പം നല്ല ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റീസൺ ബിഹൈൻഡ് ദിസ്, ഈ ഒരു എക്സ്പെരിമെന്റിന്റെ റീസൺ ഇതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഹൈഡ്രജൻ ബലൂൺ ഉണ്ടായി കഴിഞ്ഞു. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളൊക്കെ നോക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഡ്രെയിൻ ക്ലീനർ കയ്യിൽ പറ്റാൻ പാടില്ല. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല, കാരണം ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വേറെ ആയിരിക്കും. ദിസ് മീ റോഹാൻ സൈനിങ് ഔട്ട്.